മരടിന് ഇപ്പുറത്ത് ഉപേക്ഷിക്കപ്പെട്ടൊരു ഫ്ലാറ്റ് കാണാം, അങ്ങോട്ട് പോകുമ്പോഴത്തെ സൈഡിൽ. അത് നിർമ്മാണ രംഗത്ത് ചരിഞ്ഞു പോയതാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു നഗ്നനേത്രം കൊണ്ട് കാണുമ്പോൾ ഒന്നും കാണുന്നില്ലെങ്കിലും അത് ചരിഞ്ഞു പോയി എന്ന് പറയുന്നു. ഇത്തരം ഫ്ലാറ്റുകളുടെ നിർമ്മാണത്തിലുണ്ടാകുന്ന ചെറിയ അപാകതകളൊന്നും സാധാരണ ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു കാഷ്വാലിറ്റി വന്നാൽ, എന്തെങ്കിലും ഒരു ചെറിയ എർത്ത് വന്നാൽ, വളരെ റിച്ചർ സ്കെയിലിൽ വളരെ നിസ്സാരമായൊരു എർത്ത് വന്നാൽ പോലും അതിനെ റെസിസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഫ്ലാറ്റുകൾക്ക് കഴിയുമോ? ഒരിക്കലും ഇല്ല. ഒരു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബിൽഡിംഗ് കൊളാപ്സ് ചെയ്താൽ അതിൻ്റെ അപാകത കൊണ്ട് കൊളാപ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ എന്താണോ ഒരു ക്രൈം പോലും നമ്മളിവിടെ പോലീസുകാരോ വെക്കാറില്ല. ഒരു റോഡിൽ ഒരു ആക്സിഡൻറ്റ് ഒരു അപകടം വന്നു കഴിഞ്ഞാൽ റോഡ് ആക്സിഡൻ്റ് ആയത് അതിന് ക്ലെയിം കിട്ടും. ഒരു ബിൽഡിംഗ് പണിത് അതിൻ്റെ എൻജിനീയറുടെയോ സൂപ്പർവിഷനിലോ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറൽ ഡിഫക്റ്റ് ഉണ്ടോ കൊളാപ്സ് ചെയ്ത് എത്ര പേര് മരിച്ചാലും അവർക്കൊരു കോമ്പൻസേഷൻ അതിനുള്ള ഒരു സംവിധാനം നമ്മളെ കേരളത്തിലില്ല. അത് ഏറ്റവും വളരെ പ്രയാസപ്പെട്ടാണ്. അവർക്ക് ഇൻഷുറൻസ് പോലും കിട്ടുന്നില്ല. ഇതുപോലെ ഒരു ബിൽഡിങ് ഒരു കാഷ്വലി ആ ബിൽഡിംഗ് അങ്ങ് നിർമ്മാണത്ത് പൊളിഞ്ഞു പോയി എന്നല്ലാതെ എത്രയോ ബിൽഡിങ് ഇതിൻ്റെ വളരെ കെയർലെസ് സൂപ്പർവിഷൻ, കെയർലെസ് ഡിസൈൻ ഡിഫക്റ്റ്, ഒരു സൂപ്പർവിഷൻ ലാപ്സ് കൊണ്ട് എത്രയോ ബിൽഡിങ്ങുകൾ ആ നിർമ്മിക്കുന്ന അവസരത്തിൽ തന്നെ വീഴുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആരുടെ പേരിലും ഒരു ക്രൈം പോലും ഇതുവരെ ചെയ്തിട്ടില്ല. വേറെ എവിടെ ഒരു ആക്സിഡൻറ്റ് വന്നാലും ആക്സിഡൻറ്റ് ക്ലെയിമുണ്ട്. ആ ക്ലെയിം ട്രിബ്യൂണലിലുണ്ട്. ഈ ബിൽഡിങ്ങിനെ സംബന്ധിച്ചോ അത് വേണമെന്നുള്ള ഒരു അഭിപ്രായക്കാരനല്ല.